ഭാര്യയും മകളും വാഹനത്തിനടിയിൽ കുടുങ്ങി. ഭാര്യ അബോധാവസ്ഥയിലായിരുന്നു. മകൾ സഹായത്തിനായി അയാളോട് നിലവിളിച്ചു. അയാൾ കാർ ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ അയാളുടെ ശക്തി മാത്രം പോരായിരുന്നു. തെരുവിലൂടെ കടന്നുപോകുന്നവരോട് അയാൾ സഹായത്തിനായി നിലവിളിച്ചു. പക്ഷേ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല. ഒരു അഗ്നിശമന ഉപകരണം എടുക്കാൻ അയാൾ പാടുപെട്ടു. പക്ഷേ കടുത്ത തലവേദന കാരണം അയാൾ നിലത്തു വീണു. കാർ തൊട്ടുമുന്നിൽ പൊട്ടിത്തെറിച്ചു. ഭാര്യയും മകളും എന്നേക്കുമായി നഷ്ടപ്പെട്ടത് അയാൾ നിസ്സഹായനായി നോക്കിനിന്നു. അതിനുശേഷം അയാൾ സ്വയം സൂപ്പർമാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. പലപ്പോഴും പുഷ്പഷർട്ട് ധരിച്ചിരുന്ന അദ്ദേഹം സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ ചുറ്റിനടന്നു. ഒരു ദിവസം ബാഗ് മോഷ്ടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അയാൾ രക്ഷിച്ചു. കള്ളനെ വളരെ ദൂരം പിന്തുടരുകയും റോഡരികിൽ വളയുകയും ഒരു സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തു. കള്ളൻ ഒടുവിൽ രക്ഷപ്പെട്ടെങ്കിലും സ്ത്രീയുടെ ബാഗ് പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടു. ആ സ്ത്രീ അവനോട് നന്ദി പറഞ്ഞപ്പോൾ സൂപ്പർമാൻ ചെയ്യേണ്ട കാര്യമാണിതെന്ന് അയാൾ പറഞ്ഞു. അത് അവളിൽ അവനെക്കുറിച്ച് ജിജ്ഞാസ ഉണർത്തി. ഒരു ദിവസം ഒരു ഭീകരജീവിയാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ ഒരു എക്സ്കവേറ്ററുമായി യുദ്ധം ചെയ്തു. ഇതുമൂലം പോലീസ് അയാളെ ഒരു മാനസിക രോഗാശുപത്രിയിലേക്ക് അയച്ചു. ഡോക്ടർമാർ അയാളെ വളഞ്ഞപ്പോൾ വേദനയും നിസ്സഹായവും നിറഞ്ഞ ഓർമ്മകൾ വീണ്ടും വീണ്ടും ഓടിയെത്തി. താൻ സൂപ്പർമാൻ അല്ല, വെറും ഒരു സാധാരണ മനുഷ്യനാണെന്ന് അയാൾ ഓർത്തു. ഭൂതകാലത്തെ മാറ്റാൻ കഴിയാത്തതിനാലും അതിനെ നേരിടാൻ ഭയപ്പെട്ടതിനാലും അയാൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. ഡിസ്ചാർജ് ചെയ്ത ശേഷം തനിക്ക് നന്നായി അറിയാവുന്ന ഒരു തെരുവിൽ തീ പടർന്നു. ഒരു കാറിനടിയിൽ കുടുങ്ങിയ ഒരാൾ സഹായത്തിനായി നിലവിളിച്ചു. പക്ഷേ അയാൾ മുന്നോട്ട് വന്നില്ല. മറ്റുള്ളവരെ പോലെ അയാൾ ആൾക്കൂട്ടത്തിൽ നിന്നു. ഒരു കൊച്ചു പെൺകുട്ടി മുകളിലത്തെ നിലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒരിക്കൽ അയാളെ സൂപ്പർമാനായി കണ്ട അതേ പെൺകുട്ടി. അവളുടെ അമ്മ തന്നെ രക്ഷിക്കാൻ അവനോട് അപേക്ഷിച്ചു. പക്ഷേ അയാൾ അനങ്ങാൻ കഴിയാതെ വളരെ നേരം മടിച്ചു നിന്നു. ഇപ്പോൾ അയാൾക്ക് അപകടത്തെക്കുറിച്ച് ഭയമായിരുന്നു. അകത്തു കയറിയാൽ പുറത്തുവരില്ലെന്ന് ഭയമായിരുന്നു. പെൺകുട്ടിയുടെ അമ്മ കെട്ടിടത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ എന്തോ ഒന്ന് അയാളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. ഇപ്പോൾ അയാൾ ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും നടപടിയെടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഭൂതകാലത്തെ മാറ്റാൻ കഴിയില്ല, അദ്ദേഹം പറഞ്ഞു. പക്ഷേ എനിക്ക് ഭാവിയെ മാറ്റാൻ കഴിയും. പിന്നെ അയാൾ മറിഞ്ഞ കാറിനടുത്തെത്തി. കുടുങ്ങിയ വ്യക്തിയെ രക്ഷിക്കാൻ അത് ഉയർത്താൻ തയ്യാറെടുത്തു. അയാൾ സൂപ്പർമാൻ ആയിട്ടില്ല, പക്ഷേ പിന്നിൽ വഴിയാത്രക്കാരുടെ ഒരു കൂട്ടം കാർ ഉയർത്താൻ ചേർന്നു. അയാൾ തന്റെ അവസാന ദൗത്യം ഉൾക്കൊള്ളുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീക്ക് തന്റെ പേഴ്സ് നൽകി. പിന്നെ ഒരു മടിയും കൂടാതെ കെട്ടിടത്തിലേക്ക് പോയി. തീയും പുകയും അവനെ വലയം ചെയ്തു. ഒരു മടിയും കൂടാതെ അയാൾ പെൺകുട്ടിയെ പിടിച്ച് കെട്ടിടത്തിൽ നിന്ന് ചാടി. ഈ ജീവിതത്തിലെ അവസാനത്തെ പുഞ്ചിരി. ആ സ്ത്രീ അവന്റെ പേഴ്സ് തുറന്നപ്പോൾ ഒരു അവയവദാന കാർഡ് കണ്ടെത്തി. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമ റീക്യാപ്പുകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.